BJP കൗൺസിലർമാരുടെ ഡൽഹി യാത്രയിൽ നിന്ന് വിട്ടുനിന്നതിൽ വിശദീകരണവുമായി ആർ ശ്രീലേഖ. ഡൽഹിക്ക് പോകാതിരുന്നത് നീരസം കൊണ്ടല്ലെന്നും ഈ പ്രായത്തിൽ ദീർഘമായ യാത്ര നടത്താൻ പ്രയാസമെന്നും ആർ ശ്രീലേഖ. പാർട്ടി വിമാനയാത്രയെപ്പറ്റി പറഞ്ഞെങ്കിലും ഒഴിവാക്കിയത് പൈസ അനാവശ്യമായി മുടക്കാതിരിക്കാനെന്നും വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും ചെലവ് വഹിക്കാൻ കഴിവില്ലെന്നും ശ്രീലേഖ ആവർത്തിച്ചു. അതേസമയം ട്രെയിൻ യാത്രയിൽ ശ്രീലേഖ ഇല്ലാത്തത് വിവാദമാക്കേണ്ടതില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് പറഞ്ഞിരിക്കുകയാണ്. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാലാണ് യാത്രയിൽ പങ്കെടുക്കാത്തതെന്നും സുരേഷ്. വിവരങ്ങളുമായി അർജുൻ രാജാണ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നത്. അർജുൻ, ഇത്തരമൊരു വിശദീകരണം നടത്തിയാലും കൃത്യമായ അതൃപ്തിയുണ്ട്, നീരസമുണ്ട് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും കഴിഞ്ഞ കുറച്ചധികം ആഴ്ചകളായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന് തന്നെ വ്യാഖ്യാനിക്കാനാണ് തോന്നുന്നത്. എന്താണ് അർജുൻ നിജസ്ഥിതി? സംഗീത, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നു സ്ഥിരമായി ആർ ശ്രീലേഖ എന്ന് തന്നെ പറയാം. ഇന്നാണ് ഈ BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ രാജ്യത്തുടനീളമുള്ള സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകിക്കൊണ്ട് ഊഷ്മളമായിട്ടുള്ള ഒരു പരിപാടിയാണ് BJP ആസൂത്രണം ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് ആ ശ്രീലേഖ പിന്മാറിയത്. ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്ന ഘട്ടത്തിലാണ് അവരുടെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള നീരസം കൊണ്ടല്ല ഈ സന്ദർശനത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ആ ശ്രീലേഖ പറയുന്നു. ഏതെങ്കിലും സ്ഥാനം ലഭിക്കാത്തത് കൊണ്ട് പിന്മാറി എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. പ്രായമായിട്ടുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ പ്രായത്തിൽ അത്ര ദീർഘമായിട്ടുള്ള യാത്രയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ഈ യാത്ര ഉപേക്ഷിച്ചതെന്ന് ആ ശ്രീലേഖ പറയുന്നു. അതേ സമയത്ത് ട്രെയിനിൽ വരേണ്ടതില്ല, പകരം വിമാനം അറേഞ്ച് ചെയ്യാമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. പക്ഷേ അത് താൻ ഒഴിവാക്കാൻ കാരണം ഇത്തരത്തിലൊരു അനാവശ്യമായിട്ടുള്ള ചെലവ് വരുത്തേണ്ടതില്ല എന്നത് കൊണ്ടാണ് ഈ യാത്ര ഒഴിവാക്കിയതെന്നാണ് ആ ശ്രീലേഖ പറയുന്നത്. മറ്റുള്ള മാധ്യമ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമെന്ന് അവർ പറയുകയാണ്. ആ രീതിയിൽ വിശദീകരിച്ചുകൊണ്ടാണ് ആ ശ്രീലേഖ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശരി അർജുൻ, ആർ ശ്രീലേഖയുടെ ആ വിശദീകരണം കേട്ടുവരാം. ദിവസം മാറി നിൽക്കാൻ പറ്റില്ല, വീട്ടിൽ ഇപ്പൊ സെർവന്റ് ഇല്ല, ലീവിലാണ്, കുക്കിംഗ് ഏറ്റെടുക്കണം, അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം, വീടിന്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം, സാധനം വാങ്ങാൻ പോകണം, അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം. അപ്പൊ 5 ദിവസം മാറി നിൽക്കാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ് ശരിക്കുമുള്ള കാര്യം. അല്ലാതെ പ്രതിഷേധിച്ചോ ആരോടും അനിഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്നെ അതാക്കിയില്ല ഇതാക്കിയില്ല എന്നൊക്കെയുള്ള എൻ്റെ നീരസം പ്രകടിപ്പിക്കാനോ ഒന്നും അല്ല പോകാത്തത്.